ഹമാസ് സൈനിക കമാൻഡർ മഹ്മൂദ് അൽ മഹൂഹിനെ ഇസ്രായേൽ വധിച്ചത് 15 വർഷം മുമ്പാണ്. ദുബായിലെ ഒരു ഹോട്ടൽ മുറിയിൽ നടന്ന സാധാരണ മരണമെന്ന് ലോകം വിശ്വസിച്ച കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതെങ്ങനെ? മൊസാദിന്റെ ആസൂത്രണ മികവും രഹസ്യ നീക്കങ്ങളും ലോകമെമ്പാടുമുള്ള കുറ്റാന്വേഷകരെ അത്ഭുതപ്പെടുത്തിയ സംഭവമായിരുന്നു അത്. ഒരു ഗൾഫ് രാജ്യത്ത് കടന്നുകയറി മൊസാദ് നടത്തിയ സമാനതകളില്ലാത്ത ഓപ്പറേഷൻ, അതായിരുന്നു മഹ്മൂദ് അൽ മഹൂഹിന്റെ കൊലപാതകം. ഇരുചെവി അറിയാതെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനുള്ള മൊസാദിന്റെ മാസ്റ്റർപീസ് രീതി കണ്ട് അന്ന് ലോകം ഞെട്ടി. ഉറക്കത്തിനിടെ സംഭവിച്ച സ്വാഭാവിക മരണമെന്ന് തോന്നിപ്പിക്കുന്ന പ്രൊഫഷണൽ രീതിയാണ് അന്ന് മൊസാദ് പ്രയോഗിച്ചത്. ദുബായ് പോലീസിന്റെ അന്വേഷണ മികവ് കൊണ്ട് മാത്രമാണ് ആ കൊലപാതകം പുറം ലോകം അറിഞ്ഞത്. ജനുവരി 20 ദുബായ് വിമാനത്താവളത്തിന് സമീപമുള്ള അൽബസ്റ്റാൻ റൊട്ടാന സ്റ്റാർ ഹോട്ടലിലെ 230 നമ്പർ മുറി. തലേദിവസം രാത്രി ഉറങ്ങാൻ പോയയാൾ അടുത്ത ദിവസം ഉച്ചയായിട്ടും പുറത്തു വന്നില്ല. തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ലോക്ക് സംവിധാനങ്ങളുള്ള വാതിൽ തുറന്നു. മുറിയെടുത്തിരുന്നയാൾ കിടക്കയിൽ മരിച്ചു കിടക്കുന്നു. ഫലസ്തീനിൽ നിന്നുള്ള മഹ്മൂദ് അബ്ദുൾ റഹൂഫ് മുഹമ്മദ് ഹസൻ എന്ന ബിസിനസ്സുകാരനെന്നായിരുന്നു മുറിയെടുത്തയാൾ നൽകിയ വിവരം. സംഭവം അറിഞ്ഞ് ദുബായ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. മരണകാരണം മസ്തിഷ്കാഘാതമാണെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. മരിച്ചയാളെ തേടി ആരും വരാത്തതിനാൽ ദിവസങ്ങളോളം മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ചു. ആൾമാറാട്ടം നടത്തി ദുബായിലെത്തിയ ഹമാസ് നേതാവാണ് മരിച്ചതെന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസ് മനസ്സിലാക്കുന്നത്. മരിച്ചത് സാധാരണക്കാരനല്ല. എന്തൊക്കെയോ ദുരൂഹതകൾ ആ മരണത്തിന് പിന്നിലുണ്ടോ? വിശദമായി അന്വേഷിക്കാൻ ദുബായ് പോലീസ് തീരുമാനിച്ചു. ലോക കുറ്റാന്വേഷണ ചരിത്രത്തിലേക്ക് തന്നെ വെളിച്ചം വീശുന്നതായിരുന്നു ആ തീരുമാനം. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും 2 ദിവസങ്ങളിൽ വന്നുപോയവരുടെ വിവരങ്ങളും ദുബായ് പോലീസ് പരിശോധിച്ചു. നിരവധി ഫോൺ കോളുകളും ഓൺലൈൻ ഇടപാടുകളും അരിച്ചുപെറുക്കിയതോടെ പോലീസ് ഒന്നുറപ്പിച്ചു: കൊലപാതകത്തിന് പിന്നിൽ മൊസാദ് തന്നെ. അതിവിദഗ്ധമായാണ് ആ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ വ്യക്തമായി. സക്സിനിൽ കൊളിൻ എന്ന രാസവസ്തുവാണ് കൊലയാളികൾ മഹ്മൂദിന്റെ ശരീരത്തിൽ പ്രയോഗിച്ചത്. ഇതുള്ളിൽ ചെന്നാൽ മിനിറ്റുകൾക്കകം ശരീരം തളരും. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകും. അനസ്തേഷ്യയ്ക്ക് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഈ മരുന്ന് കൂടിയ അളവിൽ കുത്തിവെച്ചതോടെ പേശികൾ തളർന്ന് അയാൾ നിശ്ചലനായി. തുടർന്ന് തലയണ മുഖത്തമർത്തി മരണം ഉറപ്പിച്ചു. തലയിൽ വൈദ്യുതാഘാതം ഏൽപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സാധാരണ ഉറക്കം പോലെ മഹ്മൂദിനെ കിടത്തി മുറി പൂട്ടിയാണ് സംഘം കടന്നത്. 26 പേരെയാണ് മൊസാദ് ആ ഓപ്പറേഷന് നിയോഗിച്ചിരുന്നത്. പ്രതികളിൽ 12 പേർ ബ്രിട്ടീഷ് പാസ്പോർട്ടാണ് ഉപയോഗിച്ചത്. 6 ഐറിഷ്, 4 ഫ്രഞ്ച്, 1 ജർമ്മൻ, 3 ഓസ്ട്രേലിയൻ പാസ്പോർട്ടുകളും ഉപയോഗിച്ചതായി ദുബായ് പോലീസ് കണ്ടെത്തി. 2009 തന്നെ മൊസാദിന്റെ ചില ഏജന്റുമാർ ദുബായിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്ന വ്യാജേന എത്തിയിരുന്നു. മഹ്മൂദിന്റെ ദുബായിലേക്കുള്ള പോക്കുവരവുകൾ നിരീക്ഷിക്കുകയായിരുന്നു അവരുടെ ചുമതല. മഹ്മൂദ് തങ്ങാനിടയുള്ള ഹോട്ടലുകളിലെയൊക്കെ ഡോർ ലോക്കുകൾ ഏതാണ്, എങ്ങനെയാണ് അവ പ്രവർത്തിക്കുക എന്നെല്ലാം വിവരം ശേഖരിച്ച് അവർ ഇസ്രായേലിലേക്ക് അയച്ചു. അവിടെ ഇത്തരം ഏത് പൂട്ടുകൾ തുറക്കാനുമുള്ള സാങ്കേതികത കമാൻഡോകൾക്ക് ലഭ്യമാക്കി. സംഘത്തിലെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നുവെന്നാണ് പറയുന്നത്. നിശ്ചിത സമയത്തിനകം ഓരോരുത്തരും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളടക്കം പരിശീലിക്കുകയും കൊലപാതകത്തിന്റെ റിഹേഴ്സൽ നടത്തുകയും ചെയ്താണ് ആ കില്ലർ ടീം ദുബായിലെത്തിയത്. എന്താണ് ഈ കൊലപാതകത്തിന് മൊസാദിനെ പ്രേരിപ്പിച്ചത്? 20 വർഷം നീണ്ട പകയാണ് അവിടെ ഇസ്രായേൽ തീർത്തത്. ഗാസയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച മഹ്മൂദ് കുട്ടിക്കാലത്ത് തന്നെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഭാഗമായിരുന്നു. 1980 ഇസ്രായേലി അധിനിവേശ സേന മഹ്മൂദിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അവിടെ ക്രൂരമായ പീഡനത്തിന് അയാൾ ഇരയായി. ജയിലിൽ നിന്നിറങ്ങിയ മഹ്മൂദ് ഇസ്രായേലിനോട് പകരം വീട്ടാൻ ഹമാസിന്റെ ഭാഗമായി. 1988 ഹമാസിന്റെ യൂണിറ്റ് 101ന്റെ കമാൻഡറായി മഹ്മൂദ് അവരോധിക്കപ്പെട്ടു. ഇക്കാലത്ത് മഹ്മൂദും മറ്റൊരാളും ചേർന്ന് ഇസ്രായേലിന്റെ 2 സൈനികരെ തട്ടിക്കൊണ്ടുപോയി മരുഭൂമിയിലെത്തിച്ച് ക്രൂരമായി കൊന്നു. മൃതദേഹങ്ങളെ അവഹേളിച്ച് ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു. അന്ന് തന്നെ ഇസ്രായേൽ അവരുടെ റെഡ് പേജിൽ മഹ്മൂദിനെ ഉൾപ്പെടുത്തിയെങ്കിലും വിവിധ രാജ്യങ്ങളായി പറന്നു നടന്ന അയാളെ തൊടാൻ പോലും അവർക്കായില്ല. സുഡാനിൽ വെച്ച് ഒരിക്കൽ മൊസാദ് മഹ്മൂദിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെങ്കിലും അയാൾ രക്ഷപ്പെട്ടു. ഒടുവിൽ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം 2010 അവർ പക തീർക്കുകയായിരുന്നു. മഹ്മൂദിന്റെ കൊലപാതകം പിന്നീട് സിനിമയ്ക്ക് വരെ പ്രമേയമായിട്ടുണ്ട്. മൊസാദിന്റെ വിജയമായാണ് മിക്ക രാജ്യങ്ങളും ഈ ഓപ്പറേഷനെ കണ്ടതെങ്കിൽ ഒരു സീക്രട്ട് മിഷൻ എന്ന നിലയിൽ ഇത് പരാജയമായിരുന്നു എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ദുബായ് പോലീസിന്റെ കഴിവ് കുറച്ച് കണ്ടതാണ് ഇക്കാര്യത്തിൽ മൊസാദിന് പറ്റിയ ഏറ്റവും വലിയ പിഴവ്. ഹോട്ടലുകളിൽ പണം നൽകാൻ കറൻസിക്ക് പകരം ക്യാഷ് കാർഡാണ് മൊസാദ് സംഘം ഉപയോഗിച്ചത്.
ആ കാർഡ് അമേരിക്കയിലെ ഒരു ജൂതസമ്പന്നന്റെ കമ്പനിയുടേതാണെന്ന് മനസ്സിലാക്കിയ ദുബായ് പോലീസിന് അതുപയോഗിച്ചവരെ ട്രാക്ക് ചെയ്യാൻ എളുപ്പം കഴിഞ്ഞു. സംഘാംഗങ്ങൾ പരസ്പരം നേരിട്ടല്ല ഫോൺ വഴി ബന്ധപ്പെട്ടിരുന്നത്. ആദ്യം വിയന്നയിലുള്ള ഒരു നമ്പറിൽ വിളിക്കും. അവിടെ നിന്ന് ദുബായിലെ നമ്പറിലേക്ക് വിളി വരും. വിയന്നയിലേക്ക് വിളിപോയ നമ്പറുകളും പോലീസിന് കണ്ടെത്താനായി. അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമായത് യഥേഷ്ടം ലഭിച്ച CCTV ദൃശ്യങ്ങളായിരുന്നു. ഇത്തരം ചില പാളിച്ചകൾ ഒഴിച്ചാൽ അതിവിദഗ്ധമായാണ് മൊസാദ് ദുബായിലെ ഹോട്ടൽ മുറിയിൽ തങ്ങളുടെ ദൗത്യം അന്ന് നിറവേറ്റിയത് എന്ന് പറയാതിരിക്കാനാകില്ല.